എന്റെ പൊന്നോ, ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. എന്തായാലും നമുക്ക് വിഷയം റീമ കല്ലിങ്കലിലേക്ക് വരാം. നമ്മുടെ കേരളത്തിലെ മീഡിയ നൈസായിട്ട് മുക്കിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ്. ചില പ്രമുഖ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിട്ട് നൈസായിട്ട് മുക്കിയിട്ട് ഓടിയിട്ടുണ്ട്. മാനോ, മാതൃ, കുറെ ചാനലുകളും മീഡിയ ഒക്കെ ഉണ്ട്. ഇവർക്ക് റീമ കല്ലിങ്കലുമായി ബന്ധപ്പെട്ടൊരു വാർത്ത കൊടുത്തിട്ട് നൈസായിട്ട് മുക്കി ഓടിയിട്ടുണ്ട്. 10-20 വർഷം മുമ്പ് ഫീൽഡ് ഔട്ടായ പലരെയും കൊണ്ടുവന്നിട്ട് വെളിപ്പെടുത്തൽ നടത്തുന്ന കണ്ടു. അന്ന് ഇങ്ങനെ ചെയ്തു. ഇവരുടെയൊക്കെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ആരുടെ പേരൊന്നും പറയുന്നില്ല, ഈ ആരോപണം ഉന്നയിച്ചുള്ള പലരുടെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ സഹപാഠിയുടെ തുണി മാറുന്ന വീഡിയോ എടുത്ത് അതുമായി ബന്ധപ്പെട്ട് കോളേജിൽ നിന്നും പുറത്താക്കിയ ആൾക്കാരുണ്ട്. തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിന് ജന്മദിനാശംസകൾ ഹാർട്ടും കൊടുത്ത് സിനിമയുടെ പ്രൊമോഷൻ വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമല്ലേ, നമുക്ക് കയറി നോക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ തെറ്റു പറയാൻ പറ്റുമോ? എന്തായാലും ആരോപണത്തിന്റെ പേരിൽ ഞാൻ ആരെയും കുറ്റക്കാരനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കോടതിയുണ്ട്, മീഡിയ അല്ല, കോടതിയുണ്ട്. ഇവിടെ പോലീസ് ഉണ്ട്, എന്നൊക്കെ പറയത്തില്ല. ഇവിടെ പോലീസ് ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. എന്തായാലും മീഡിയക്കാരെ ഇരുന്ന് വിധിച്ചാലൊന്നും എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ജയിലിന്റെ വാതിൽ തുറന്നു കൊടുക്കും, ഇവരെ പിടിച്ച് അകത്തിടും, അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കത്തൊന്നുമില്ലല്ലോ മീഡിയക്കാർ. ഇപ്പം അടുത്ത വാർത്തയുടെ പിന്നാലെ പോയിട്ടുണ്ട്. ആരോപണം ഉന്നയിച്ചത് കൊണ്ട് മാത്രം ആരും തെറ്റുകാരനാവുന്നില്ല. പക്ഷെ ആരോപണം ഉന്നയിച്ച വ്യക്തികളെ ഫിൽട്ടർ ചെയ്തിട്ട് മീഡിയക്കാർ വാർത്ത കൊടുക്കാൻ നമുക്ക് സംശയം തോന്നുന്നത്. പലരും മോഹൻലാൽ, മമ്മൂട്ടി പ്രതികരിക്കണം, അല്ലെങ്കിൽ പലർക്കെതിരെ ആരോപണമായി വന്നു, അവരുടെ പിന്നാലെ മൈക്ക് കൊണ്ട് ഓടിയ മീഡിയക്കാരും എന്തുകൊണ്ടാണ് റീമ കല്ലിങ്കലിനെതിരെ ഗുരുതരമായ രീതിയിൽ ഒരു ആരോപണം വന്നിട്ടുണ്ട്. ഈ ആരോപണം വന്നിരിക്കുന്നത് സെക്സ് പാർട്ടി നടത്തി റീമ കല്ലിങ്കൽ, അല്ലെങ്കിൽ ഡ്രഗ്സ് പാർട്ടി നടത്തി റീമ കല്ലിങ്കൽ നിരവധി പെൺകുട്ടികളെ ഡ്രഗ്സ് പാർട്ടിയിലേക്ക് വലിച്ചഴിച്ചു എന്നുള്ള രീതിയിൽ ഗുരുതരമായ രീതിയിലുള്ള ആരോപണമാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഈ ആരോപണം വന്നപ്പോൾ ചില മീഡിയക്കാരും വാർത്തയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഐസ് പോകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലേ. ചില മീഡിയക്കാരൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട്, നൈസായിട്ട് ഈ വാർത്ത മുക്കി ഓടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് മാധ്യമധർമ്മം എന്ന് പറയുന്നത്. നമുക്കിഷ്ടപ്പെട്ട ആൾക്കാർക്കെതിരെ വാർത്ത വന്നു കഴിഞ്ഞാൽ നൈസായിട്ടൊക്കെ മുക്കും. അതോ മറ്റേ നമ്മുടെ ലൂസിഫർ സിനിമയിൽ പറയുന്ന പോലെ എനിക്ക് കുറച്ച് ഫണ്ട് ഇഷ്യൂ ഉണ്ട്. സ്റ്റീഫൻ, നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല, കോടികളാണ്, നൗ യു ആർ ഹാപ്പി എന്നൊക്കെ ചോദിക്കുന്ന പോലെ നൈസായിട്ട് വാർത്ത മുക്കി നമ്മുടെ ചില മീഡിയക്കാർ ഓടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതെന്താ നിങ്ങൾ രണ്ട് തരത്തിൽ വാർത്ത കൊടുക്കുന്നത്? ഇവിടെ മോഹൻലാൽ സംസാരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പൊട്ടിത്തെറിച്ച ആൾക്കാർ റീമ കല്ലിങ്കൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? റീമ കല്ലിങ്കലെ വീടിന്റെ മുമ്പിൽ നിങ്ങൾക്ക് മൈക്ക് നീട്ടിക്കൊണ്ട് നിൽക്കണ്ടേ? റീമ കല്ലിങ്കലുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നിങ്ങൾക്ക് എടുക്കണ്ടേ? ഇതുപോലെ തന്നെ WCCയിൽ മറ്റൊരു അംഗം ഉണ്ടായിരുന്നല്ലോ. ഈ WCCക്ക് അമ്മയ്ക്കെതിരെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാർത്തയുള്ളൂ. WCCക്കെതിരെ വാർത്ത വന്നു കഴിഞ്ഞാൽ, WCCയിലെ അംഗങ്ങൾക്കെതിരെ ആരോപണം വന്നു കഴിഞ്ഞാൽ മിണ്ടാട്ടില്ല. അതിനകത്ത് പ്രമുഖരായിട്ടുള്ള പലരും, പാർവതി തിരുവത്തായാലും ബാക്കിയുള്ള ആൾക്കാരായെങ്കിലും ഈ വിഷയത്തിൽ എന്താ സംസാരിക്കാത്ത? നിങ്ങളുടെ കൂടെയുള്ള ആൾ തന്നെയല്ലേ റീമ കല്ലിങ്കൽ. ഇതുപോലുള്ള ആൾക്കാരെ നിങ്ങൾ ഇപ്പോഴും ആ സംഘടനയിൽ നിർത്തുന്നുണ്ട്. ഡ്രഗ്സ് പാർട്ടി നടത്തി എന്നുള്ള രീതിയിൽ ആരോപണം തീരുന്നുണ്ട്. മറ്റൊരാളെ രേവതിയാണ്, കിൽക്കം സിനിമയിലെ രേവതിക്കെതിരെ വന്നിരിക്കുന്നത് രഞ്ജിത്ത് ഒരു പയ്യന്റെ ഒരു നേക്കഡ് ഫോട്ടോ എടുത്തിട്ട് രേവതിക്ക് അയച്ചു കൊടുത്തു എന്ന് ഇര ആരോപണമാണ്. അപ്പൊ രേവതിക്കെതിരെ നടപടിയൊന്നും വേണ്ടേ? രേവതി പറയുന്നത് ഇതിനൊന്നും പ്രതികരിക്കേണ്ടതില്ല, ഇത് തന്നെയല്ലേ മുകേഷും പറഞ്ഞു. അപ്പൊ മുകേഷിന് പിന്നാലെ ഓടിയ മീഡിയക്കാർ എന്താ രേവതിക്ക് പിന്നാലെ പോകുന്നത്? WCCക്കെതിരെ വരുന്ന ആരോപണങ്ങളൊക്കെ നൈസായിട്ടൊക്കെ മുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ രീതിയിൽ ആരോപണങ്ങളിൽ രണ്ട് പക്ഷം പിടിക്കുന്ന മീഡിയയെ ജസ്റ്റ് ഒന്ന് തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എന്നിട്ടുള്ള ഏത് മീഡിയയാണ് മുക്കിയത് എന്ന് അറിയുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. ആ മീഡിയയുടെ പേര് അതിന്റെ പേര് ഒന്ന് ഫോളോ